വ്യക്തിനല്ലല്ലോ കൊന്ന്, സ്നേഹത്തിനല്ലേ. അത് അർഹിക്കുന്നതാണ് കിട്ടിയേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് കൂടുതലായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യനാണ്, അബദ്ധങ്ങളൊക്കെ പറ്റും. എന്നാൽ അതൊരു ഭയങ്കര കഠിന കൈയാണ് അവൾ ചെയ്തത്. അവൾക്കപ്പം അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരാളെ കൊന്നതിനെ എന്തിനാ തിരുത്തുന്നത്? ഒരാളെ കൊന്നിട്ടാണോ തിരുത്താൻ നടത്തുന്നത്? വധശിക്ഷ വേണം. എന്താ വെച്ചാൽ ഇനി മേലിൽ അങ്ങനെ വേറൊരു പെൺകുട്ടികൾ അങ്ങനെ മറ്റുള്ളവർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് വധശിക്ഷ കൊടുത്തത് കുഴപ്പമില്ലെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത്. പക്ഷേ ഇപ്പോൾ കൊടുത്തത് ശിക്ഷ കറക്റ്റാണ്. അവർ അറിയിക്കുന്നുണ്ട്. അത് നമ്മൾ തീരെ കേൾക്കാൻ പറ്റാത്തൊരു വിധിയാണെന്നുള്ള എൻ്റെ അഭിപ്രായമുണ്ട്. കുറ്റവാളികളെ ഉരുവാക്കരുത്, മരണദണ്ഡനയെ നീക്കരുത്. കേരള മനസാക്ഷിയെ നടുക്കിയ സംഭവങ്ങളിൽ ഒന്നാണ് പാറശാല ഷാരോൺ കൊലക്കേസ്. ഈ കേസിലെ പ്രതിയായ ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഇതിനു പിന്നാലെ ശിക്ഷ സംബന്ധിച്ച ചർച്ചകളും സജീവമായി. ഇതിനോട് പൊതുജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമുക്ക് നോക്കാം. വ്യക്തിനല്ലല്ലോ കൊന്ന്, സ്നേഹത്തിനല്ലേ. അതിനുള്ള വിധി കൊള്ളാം. ഗുഡ് ജഡ്ജ്മെൻറ്റ്. നീതിപീഠത്തോട് അഭിമാനം തോന്നുന്നു. എന്താ അഭിപ്രായം? ഇപ്പോൾ കോടതി വിധിച്ചില്ലേ, ഇനി എന്താ അഭിപ്രായം പറയാനാ? അവരെ കൊല്ലാൻ വിധിച്ചില്ലേ? അർഹിക്കുന്ന ശിക്ഷയല്ലേ അത്. ഒരു കോടതി വിധി എന്ന് പറഞ്ഞാൽ അതിന് നമ്മളെല്ലാവരും മാനിക്കണ്ടേ. അത് അർഹിക്കുന്ന ശിക്ഷയാണ്. അതാരായാലും അതിൽ കവിഞ്ഞ് ഇനിയൊരു ശിക്ഷ വേണ്ട ആയിരിക്കും. അതാണ് വേണ്ടത്. ഏത് പെൺകുട്ടി ഇതുപോലെ ചെയ്താലും ആ പെൺകുട്ടിക്കാണെങ്കിലും ആണിനാണെങ്കിലും അർഹിക്കുന്ന ശിക്ഷ കോടതി വിധിക്കണം. അതിന് അർഹിക്കപ്പെട്ട വിധി തന്നെയാണ്. അതിലൊരു തരി പോലും വെള്ളം ചേർക്കാനോ അല്ലെങ്കിൽ അതിന് ന്യായീകരിക്കാനോ ഇല്ല, ന്യായീകരിക്കാൻ പാടില്ല. ഇപ്പം നമുക്കൊരു മനസാക്ഷിയില്ലേ, ഏതൊരാളാണെങ്കിലും നമുക്കൊരു മനസാക്ഷിയുണ്ട്. ആ മനസാക്ഷിക്കൊത്ത ഒരു വിധിയാണ് കോടതിയിൽ നിന്ന്, ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഉണ്ടായത്. അത് സ്വാഗതാർഹമാണ്. അതെന്തായാലും അർഹിക്കുന്ന ഒരു വിധി തന്നെയായിരുന്നു വന്നത്. ഇതന്നെ എൻ്റെ വീട്ടിലും ഇതുപോലെ സംഭവിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനെ, കാരണം നമ്മൾ അപ്പുറത്തുള്ളവരുടെ വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും റിയാക്ട് ചെയ്യില്ല. അത് വേറൊരാളുടെ ഉള്ളൂ എന്ന് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുള്ളൂ. ഇനിയുള്ളവരെങ്കിലും കണ്ടുപഠിക്കണം അത്. ഇപ്പം അവൻ്റെ അമ്മയ്ക്കും അച്ഛനും എന്തോരം വിഷമം ഉണ്ടാവും. അതേപോലെ ഒരു പെൺകുട്ടി ഇറങ്ങരുത് ആ വഴിക്ക്. അപ്പം ഞാൻ ഓർക്കണം, ഞാനത് ചെയ്യണത് തെറ്റാണല്ല. അപ്പം ഇനി ഞാൻ അങ്ങനെ പോകാതിരിക്കണമെന്നല്ല, ഞാൻ ഒരിക്കലും അത് ചെയ്യരുത്. ഭയങ്കര സങ്കടമാണ്. അമ്മയുടെ സങ്കടം കണ്ട സഹിക്കില്ല. കാര്യം അവൻ്റെ പേരിൽ തെറ്റുണ്ടായിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും തീർച്ചയായും തൂക്കിക്കൊല്ലണം എന്ന് തന്നെയാണ്. പക്ഷേ ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. അത് അർഹിക്കുന്നതാണ് കിട്ടിയേക്കുന്നത്. അങ്ങനെയാണ് ഉദ്ദേശം എല്ലാവരും, ഞങ്ങളടക്കം. അവർക്ക് വധശിക്ഷ കിട്ടണമെന്ന് ഓർത്താൽ അവരെ അത്ര ആത്മാർത്ഥത സ്നേഹിച്ചവനെ ഒഴിവാക്കാൻ വേണ്ടി ആ പെണ്ണ് ഇങ്ങനെ ചെയ്താണല്ലോ. വേറൊരു കല്യാണ കാര്യം വന്നപ്പോൾ അങ്ങനെയാണ് അറിഞ്ഞത്. ശരിയാണത്. അപ്പോൾ അത് അങ്ങനെ തന്നെ കിട്ടണത് ഉറപ്പായിട്ട്. ഇല്ല, ഒരു പ്രായമില്ല. പ്രായം പരിഗണിച്ചിട്ടാണ് ഈ ആളിനെ സ്നേഹിച്ച് കൊന്നത്. അത് ചെയ്യാൻ പാടില്ലല്ലോ. അതാണ് അതിന് ആർക്കും അങ്ങനെ ഒരു ഇത് വരരുത്. അതാണ് അതിനോട് നമ്മുടെ മുൻകാലങ്ങളിൽ നടന്നേക്കുന്ന കേസുകൾ അനുസരിച്ച് വധശിക്ഷയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം വധശിക്ഷ വിധിക്കുന്നത് ഈ പറഞ്ഞ പോലെ അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇത് നമ്മൾ ഈ കൊലക്കേസിനെ ന്യായീകരിക്കുമല്ല, പക്ഷേ നമ്മൾ നിയമം നോക്കണമല്ലോ, മുൻകാലങ്ങളെ ചരിത്രം നോക്കണം. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. വധശിക്ഷയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. குற்றங்களை தடுக்கணுன்னா நம்ம இது மாதிரி மேஜர் பெனால்ட்டி கொடுத்தா தான் குற்றங்கள் குறையும், பயம் வரும் மக்களுக்கு, நியாயமாக நடப்பாங்க. இல்லைன்னா தண்டனையை குறைச்சி கொடுத்தோம்னா சீக்கிரமாக வெளியில் மறுபடியும் அதிகப்படியான குற்றங்களை பண்ணிக்கிட்டே இருப்பாங்க. അതിലൊന്നും ഒരു രക്ഷപ്പാടും ഇല്ല. ഒരു രക്ഷപ്പാടും കിട്ടില്ല എന്നാണ് ഇതാകണത്. കൊടുക്കാൻ പാടില്ല. അർഹതയില്ലാത്ത തൂക്കിക്കൊല്ലണം. അതിന് അങ്ങനെ തന്നെ ചെയ്യണം. വധശിക്ഷ പ്രാകൃതമായിട്ടുള്ള ഒരു ഗോത്ര ശിക്ഷാവിധി എന്ന് പറയാം. പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്നുള്ള കാരണം കൊണ്ടുകൂടിയാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ജഡ്ജി കൂടിയാണ്. അവർ സ്ത്രീ വിരുദ്ധ നിലപാടുള്ളവരാണ്. അതേസമയത്ത് അവർ ചെയ്ത കുറ്റകൃത്യം പൈശാചികമാണ്, വളരെ ബോധപൂർവം ശാസ്ത്രീയമായ കൊലപാതകമാണ്. അതിന് ശിക്ഷ കൊടുക്കണം. ശിക്ഷിക്കേണ്ടത് ഈ രീതിയിലല്ല എന്നുള്ളത്. ഇപ്പോൾ ജയിലിൽ ജീവപര്യന്തം കിടക്കാമെന്ന് പറഞ്ഞാൽ, കഠിന ശിക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ അധികമാണ്. കാരണം ഒരു ദിവസം ജയിലിൽ കിടക്കാമെന്ന് പറഞ്ഞാൽ സഹതടവുകാരുടെ പീഡനവും അവിടുത്തെ വാർഡന്മാരുടെ പീഡനവും അതുപോലെ
ഒരു ജയിലിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രശ്നം, അതാണ് ഏറ്റവും വലിയ ശിക്ഷ. ശരിക്കും പറഞ്ഞാൽ അത് കൂടുതലായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യനാണ്, അബദ്ധങ്ങളൊക്കെ പറ്റും. പിന്നെ ഒരു ജീവപര്യന്തം ആക്കാമായിരുന്നു. ഒരു പെണ്ണിനെ തൂക്കിക്കൊല്ലുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഇതുവരെ കേൾക്കാത്തൊരു സംഭവമാണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ജീവപര്യന്തമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ശിക്ഷയോ കൊടുക്കാമായിരുന്നു. പെണ്ണല്ലേ, പലതും സഹിച്ചിട്ടായിരിക്കും ജീവിക്കുന്നത് എന്ന് വിചാരിച്ച് അനുകൂലിക്കുന്നുമില്ല. അതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയൊന്നുമില്ല. മരണം എല്ലാവർക്കും തുല്യം തന്നെയാണ്. നഷ്ടപ്പെടൽ എല്ലാവർക്കും നഷ്ടപ്പെടലാണ്. അതുണ്ടാക്കുന്നത് വളർത്തുന്ന അമ്മമാർക്കും അത് ബാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ പേര് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇനി മേലൊരു പെൺപിള്ളേർ അങ്ങനെ ചെയ്യരുത്. അതാണ് ഇപ്പോൾ ആർക്കാണെങ്കിലും എല്ലാ ആൺപിള്ളേരുണ്ട്, ആങ്ങളമാരുണ്ട്, മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് ആൺപിള്ളേർക്കൊരു ഇനി മേലൊക്കെ അങ്ങനെ ചെയ്യരുത്. പെൺപിള്ളേർക്ക് ഇപ്പോൾ കൂടുതലും കറക്കം കൂടുതലാണ്. ആൺപിള്ളേരെ മയക്കലും പിന്നെ അത് മയങ്ങി കഴിയുമ്പോൾ അവർ വിട്ട് വേറെ അടുത്തൻ്റെ അടുത്ത് പോവുക, അല്ലെങ്കിൽ അവരെ കൊല്ലുക. അതൊന്നും നടക്കുന്ന കാര്യമില്ല. ശരി, ആത്മാർത്ഥ എപ്പോഴും ആത്മാർത്ഥമായിട്ട് തന്നെ ഇരിക്കണം. എന്നാൽ അതൊരു ഭയങ്കര കഠിന കൈയാണ് അവൾ ചെയ്തത്. അവൾക്കപ്പം അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. ഇല്ല, അത് എന്തായാലും മേൽക്കോടതിയിലോട്ടൊക്കെ പോയിട്ടാണല്ലോ തീരുമാനം ഉണ്ടാവുള്ളൂ. ഇനി അത് നടക്കട്ടെ. തിരുത്താനൊരു അവസരം കൊടുത്തൂടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനോട് ഒരാളെ കൊന്നതിനെ എന്തിനാ തിരുത്തുന്നത്? ഒരാളെ കൊന്നിട്ടാണോ തിരുത്താൻ നടത്തുന്നത്? അപ്പോൾ അവരും മരിക്കണം തന്നെയല്ല. പ്രണയിക്കണ ഒരാളിങ്ങനെ വിഷം കൊടുത്ത് കൊല്ലുക പറഞ്ഞാൽ ഒരു ഇതാണ്. ഒരു പ്രണയത്തെ ചൂഷണം ചെയ്യണ ഒരു ഇതാണ്. അത്രയും അല്ലേ, അവനെ അത്രയും കഷ്ടപ്പെടുത്തിയിട്ടാണ്. അതെ, കൂടെ നിന്ന് ചതിച്ച് അല്ലേ, അതുകൊണ്ടുള്ള വധശിക്ഷ വേണം. എന്താ വെച്ചാൽ ഇനി മേലിൽ അങ്ങനെ വേറൊരു പെൺകുട്ടികൾ അങ്ങനെ മറ്റുള്ളവരോട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് വധശിക്ഷ കൊടുത്തത് കുഴപ്പമില്ലെന്ന് ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത്. അത്രയും വിശ്വസിച്ച് കൂടെ കൊണ്ട് നടന്നിട്ട് അവസാനം ഇങ്ങനെ പിന്നെ ചതിച്ചല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു മനസ്സിൽ. വിഷമം തോന്നി. എന്നുവെച്ചാൽ അത്ര സ്നേഹിച്ചിട്ടല്ലേ ഇവർ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് കൊടുത്തതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങളുടെ അഭിപ്രായത്തിൽ. എനിക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല, അത് മനഃപൂർവ്വം കൊന്നല്ല ആ ചെക്കന. അല്ലെങ്കിൽ അത് കാര്യം പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അതിനെ കൊല്ലേണ്ട ആവശ്യം ഉണ്ടായില്ല. അതുകൊണ്ട് അതിനത് തന്നെ കിട്ടേണ്ടതാണ്. അല്ല, വധശിക്ഷ എന്ന് പറയണത് അത് കൊടുക്കണം. എന്ന് വെച്ചാൽ അത് തൂക്കി കൊല്ലാൻ പറ്റുമെങ്കിൽ തൂക്കി കൊല്ലണം. സ്നേഹിച്ച് ചതിച്ചേക്കണത് അത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. വഞ്ചന കുറ്റമാണ്. തൂക്കി തന്നെ കൊല്ലണം. അതിൽ ഒരു വിട്ടുവീഴ്ചയും എടുക്കരുത്. കോടതി എടുത്തേക്കണേ നമ്മൾ 100% അംഗീകരിച്ചു പോവുകയാണ്. അവർ പിന്നെ ആണെന്നും പറയണ്ട, ഇല്ലെന്നും പറയണ്ട. അത് പൊക്കി കൊണ്ടേ കളയാൻ കുറേ ആൾക്കാരുണ്ട്, അതിന് കൂട്ടു നിൽക്കാൻ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ പ്രതിപക്ഷങ്ങളുണ്ട്. പക്ഷെ എന്നാലും അത് പൊതുജനത്തിൻ്റെ ഇതിലെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പയ്യൻ അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ ഇനി മേലൊരു പെണ്ണങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ജുഡീഷ്യറി കറക്റ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ പൊക്കോളും. നമ്മൾ അത് യോജിക്കുന്നു. ഇപ്പോഴത്തെ വിധി നമ്മൾ അംഗീകരിക്കുകയാണ്. ആ വിധി തുടർന്ന് തന്നെ പോവാം. എന്നാലും അടുത്തവർക്കും ബാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഒരു സാധാരണക്കാരനെ രീതിയിൽ നമുക്കത് തെറ്റ് ചെയ്താൽ 30 ഇന്നവൻ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞ പോലെ അത് ശരിയുള്ള കാര്യമായിരിക്കും. കോടതി നമ്മളേലും ബുദ്ധിയുള്ള ആൾക്കാരല്ലേ കോടതിയിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവർ നമ്മൾ കാണുന്ന മാതിരി ആയിരിക്കത്തില്ല അവർ കാണുന്നത്. അപ്പോൾ അവരുടെ തീരുമാനം എന്താണോ അതാണ് അവർ ശരിവെച്ചത്. നമ്മൾ കാണുന്ന മാതിരി അല്ലല്ലോ അവർ കാണുന്നത്. അവർക്ക് നമ്മളേലും അറിവ് കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പം അതിൻ്റെതായ രീതിയിൽ അവർ ചെയ്ത് ശരിയായിരിക്കും. എന്തായാലും ഇത് കൊടുത്തിരിക്കുന്നത് എക്സ്പേർട്ട് ജഡ്ജിമാരാണല്ലോ. അതുകൊണ്ട് നമുക്കിനി അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. നിയമം അറിയാവുന്നവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കൊടുത്ത ശിക്ഷ കറക്റ്റാണ്. അവർ അറിയിക്കുന്നുണ്ട് അതിന്. പലരും പറയണ്ടേ വധശിക്ഷ കൊടുത്തത് കൂടിപ്പോയി എന്നുള്ളത്. ആ പ്രതി കൂടിയിട്ടില്ല. ആക്ച്വൽ ശിക്ഷ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാരോട് എന്താണ് പറയാ? അവർക്കൊരു പാടാണിത്. വിധി ഒരർത്ഥത്തിൽ കേരളത്തിൽ അപ്രസവമായ ഒരു എന്താ പറയുക, നമ്മൾ തീരെ കേൾക്കാൻ പറ്റാത്തൊരു വിധിയാണെന്നുള്ള എൻ്റെ അഭിപ്രായമുണ്ട്. കാരണം വധശിക്ഷ എന്നുള്ളത് ഓവറായോ എന്നുള്ളൊരു ഇതുണ്ട്. കാരണം മേൽക്കോടതി പോയാൽ എത്രമാത്രം അവർക്കിനി അതിന് വിധി കിട്ടുമെന്നുള്ള മറുവിധി കിട്ടുമെന്നുള്ളത് പ്രതീക്ഷിക്കാണ്ടതാണ്. ഓവറായി എന്നുള്ളൊരു അഭിപ്രായമാണ് ഉള്ളത്. ശിക്ഷ കുറച്ചു കാലമൊക്കെ ജയിലിൽ ഇങ്ങനെ ഇതായിക്കോട്ടെ, എന്നായിട്ട് കൊടുക്കുകയായിരുന്നു നല്ലത്. പക്ഷേ വധശിക്ഷ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനെ, നമ്മളെ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച്. എന്ത് ശിക്ഷയായിരുന്നു നല്ലതെന്ന് തോന്നുന്നു? ഒരു ഇരട്ട ജീവപര്യന്തം ഒക്കെ മതിയാവും. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ.
ഞാൻ പിന്നെ ഇന്നലത്തെ മറ്റേ ഇതൊക്കെ കണ്ടിരുന്നു, ഡിബേറ്റൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അപൂർവങ്ങളിൽ അപൂർവമല്ല, അതുകൊണ്ട് ആണ് അങ്ങനെ ഒരു ഇത്. ആ പെണ്ണ് ചെയ്തത് തെറ്റല്ലേ? അപ്പോൾ ആ പെണ്ണിന് വിധി വന്നത് നല്ല കാര്യമാണ്. ഇനി ഒരു പെണ്ണ് ഒരു പയ്യനെ കൊല്ലരുത്. കാരണം നമുക്ക് ആമക്കളുള്ളതാണ്. അപ്പോൾ ആൺപിള്ളേരെ പ്രേമിക്കണ പെണ്ണ് വശത്താക്കിയിട്ട് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ട് അത് ചെയ്യാതെ വേറൊരു വിധിയാക്കുമ്പോൾ വേണ്ടതെന്ന് വിട്ടേക്കായിരുന്നു. അതിന് എൻ്റെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ എല്ലാവരും അമ്മമാർക്കും അങ്ങനെ വിഷമമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കൊടുത്ത വിധി നല്ലതാണ്. ഇനി മേലിൽ അങ്ങനെ പെൺപിള്ളേർ ചെയ്യാതിരിക്കണം. വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവാം. ഒരാളുടെ ജീവിതം നശിപ്പിച്ചിട്ടുള്ള കളി കളിക്കരുത്. ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നേ. അത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. എന്തായാലും അർഹിക്കുന്നൊരു വിധി തന്നെയാണ് ഗ്രീഷ്മക്ക് കിട്ടിയിരിക്കുന്നത്. കുറ്റവാളികളെ ഉരുവാക്കുന്നതുക്ക് தான் മരണ ദണ്ഡനയെ നീക്കരുത്. കുറഞ്ഞു പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെയൊന്നും നടക്കാൻ പാടില്ലാത്തൊരു സംഭവം. അതിനെക്കുറിച്ച് വേറൊന്നും പറയാനില്ല. ആരും അങ്ങനെ ചെയ്യാതിരിക്കട്ടെ എന്നുള്ള ഒരു അഭിപ്രായം. ഇതൊരു തക്ക ശിക്ഷയാണെന്ന് തോന്നുന്നുണ്ടോ? തക്ക ശിക്ഷ പോരെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് ശിക്ഷ വിധിക്കാനുള്ള അധികാരമൊന്നുമില്ല. എന്നാലും ഒരാളും അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാതിരിക്കട്ടെ എന്ന് അഭിപ്രായം. சட்டங்கள் கடுமையாக இருந்தால் குற்றங்கள் குறையும். குற்றங்கள் குறையணும்னா சட்டங்கள் இன்னும் அதிகமாகணும். പണിഷ്മെൻറ്റ് இன்னுം அதிகமாக இருந்ததுன்னா குற்றங்கள் குறையும். ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച നീതിപീഠത്തിൻ്റെ തീരുമാനത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട്. ഇതോടൊപ്പം ഗ്രീഷ്മ ചെയ്തത് നീതീകരിക്കാനാകാത്ത തെറ്റാണെന്നും ആളുകൾ അഭിപ്രായപ്പെടുന്നു. എന്നിരുന്നാലും അന്തിമ തീരുമാനം നമ്മുടെ നീതിപീഠത്തിൻ്റേതാണ്. ഗ്രീഷ്മയുടെ ഭാവി എന്താണെന്ന് നമുക്ക് കണ്ടറിയാം.